ഞാൻ നേരത്തെ ഇറങ്ങിയാണല്ലോ, അത് ലേറ്റായോ? ഇല്ല, കൃത്യസമയമാണല്ലോ. ആഹാ, എന്താ സാർ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്, എന്താണ് സംഭവം? എനിക്ക് മനസ്സിലായില്ല. അല്ല, പതിവില്ലാതെ ഇത്ര നേരത്തേക്ക് രാകേഷ് ജോലി ചെയ്യുന്നു? ഓ സാർ, ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ നീട്ടു, അപ്പോൾ പിന്നെ നേരത്തെ ഓഫീസിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അതാ ഞാൻ ഇവിടെ വന്ന് ഇത്രയും ദിവസമായിട്ടും രാകേഷ് ഇങ്ങനൊന്ന് വിചാരിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ടുള്ള സംശയം കൂടി ചോദിച്ചു പോയാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കണ്ട. ഇല്ല സാർ, എനിക്ക് തന്നെ ഇപ്പോൾ എൻ്റെ മാറ്റം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെ സാറിൻ്റെ കാര്യം കൂടി പറയണ്ടല്ലോ. രാകേഷ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. എൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ പറയാൻ പറ്റുള്ളൂ രാകേഷ്. ഇല്ല സാർ, അതെനിക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷേ രാകേഷ്, ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞത് തന്നെയാണ്. മായ അന്ന് ഏതെങ്കിലും രീതിയിൽ ലീഗലായിട്ട് മൂവ് ചെയ്തിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ട്രാപ്പിലായി. ശരിയാ സാർ. സാർ, എൻ്റെ അടുത്തുകൊണ്ട് തെറ്റ്. ഞാൻ മായൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. സാധാരണ ഒരു സ്ത്രീകളോട് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് വേണമെന്ന് എനിക്ക് മായ ഇന്നലെ മനസ്സിലാക്കി തന്നു. തിരിച്ചറിവുകൾ നല്ലതാണ് രാകേഷേ. എന്നാലും ജോലി നടക്കട്ടെ രാകേഷിൻ്റെ. രാകേഷ്, ഇതൊരു സ്ഥിരം പണിയാക്കണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. നടക്കട്ടെ. ആ മനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജോയിൻ ജോയിൻ. എന്താണ് നീ വേറെ വല്ല പ്രശ്നം ഉണ്ടാക്കിയാ? രാവിലെ തന്നെ ചോദിക്കാൻ കണ്ട ഒരു ബെസ്റ്റ് ചോദ്യം. ഒന്ന് പോയടാ. അല്ല, നീ ആയതുകൊണ്ട് ചോദിച്ചാണ്. സത്യം അങ്ങേരെ ഇങ്ങോട്ട് വന്നു. ഒന്നുമില്ലടാ, രാവിലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് പുള്ളി ചോദിക്കാൻ വന്നതാണ്, അത്രയേ ഉള്ളൂ. അത് ശരിയാണല്ലോ. നീ എന്താണ് ഇത്ര നേരത്തെ വന്നിരിക്കുന്നത്? ഇപ്പൊ നേരത്തെ വന്നതൊന്നും പ്രശ്നമായോ? നിനക്കിത് പതിവില്ലാത്താണല്ലോ. എന്തെങ്കിലും കാണാതെ നീ ഇതൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് അറിയാം. ചേട്ടാ, ഇത് വല്ലാത്ത കുഴപ്പമായല്ലോ. ഒരാൾക്ക് നേരത്തെ വന്ന് ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റില്ലേ? സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താടാ? ഒരു പ്രശ്നമില്ല. നീ ആയിട്ട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. നല്ലൊരു ദിവസമായിട്ട് മര്യാദയ്ക്ക് ജോലി ചെയ്യാന്ന് വിചാരിച്ചു വന്നപ്പോൾ ഇനി എൻ്റെ പട്ടി ജോലി ചെയ്യും. എനിക്കറിയാം നീ എന്തെങ്കിലുമൊക്കെ ഉടായ്പ പറഞ്ഞിട്ട് നീ പണിയൊന്നും ചെയ്യാതിരിക്കുന്നു. ഇപ്പം എന്തായി? ഞാൻ ഇരയായി അല്ലേ? ആയിക്കോട്ടെ. എനിക്കൊരു ചായ കുടിക്കണം. അതെങ്കിലും നടക്കട്ടെ രാവിലെ തന്നെ. പൊക്കോ. നന്നാവണം തീരുമാനിച്ച ചിലരൊന്നും നന്നാവാനും സമ്മതിക്കില്ല. എന്ത് നശിച്ച ലോകം അത്. ലോകത്തോട് മുഴുവൻ ദേഷ്യമാണല്ലോ രാകേഷ്. എങ്ങോട്ടാ പോകുന്നത്? അവിടെ ഇരിക്കാം. വല്ലതും പറഞ്ഞോ? അല്ല, അതെ, എനിക്ക് അർജന്റായിട്ടൊരു മീറ്റിങ്ങിന് പോകാനുണ്ട്. ഓ, എവിടെയാ? പടമുകൾ അല്ല, വൈറ്റില്ല. രാകേഷ്, ഒരു കാര്യം ചെയ്യും. ഇവിടെ ഇരുന്ന് സമാധാനമായിട്ട് ആലോചിച്ചിട്ട് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നോക്കോ പ്ലേസ്. അല്ല, അത് പിന്നെ താനവിടെ ഇരിക്കടോ. പറ, എന്താ തന്നെ ശരിക്കുള്ള പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ലല്ലോ. അല്ല, എന്നെ കണ്ടപ്പോ ഒരു പേടിയും വെപ്രാളവും ഒക്കെ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഞാനിവിടെ ഇരിക്കുന്നത് ചിലപ്പോൾ മായ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ടാണ്. എനിക്ക് എന്തിനാ ഇഷ്ടക്കേടുണ്ടാവേണ്ടത് രാകേഷ്? ഇപ്പം രാകേഷ് എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് എൻ്റെ പെർമിഷൻ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ എനിക്കതൊരു വലിയ ഇഷ്യൂ ആക്കാം. പക്ഷെ അതുപോലെയാണ് ഇതൊരു കോമൺ പ്ലേസ് അല്ലേ, ഇവിടെ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. അല്ല, അന്ന് മായ അത്രയൊക്കെ സംസാരിച്ചതല്ലേ, അതുകൊണ്ടാണ്. എടോ, താൻ ഇപ്പോഴും അതിൽ കടിച്ചു മുങ്ങി കിടക്കുകയാണോ? ഞാൻ അന്ന് എന്താ പറഞ്ഞത്? അന്നുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസിൽ എന്നോട് ഇനി സംസാരിക്കാൻ വരരുത് എന്നല്ലേ? പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താ? മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന 2 എംപ്ലോയീസാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരുമിച്ചിരിക്കാം, സംസാരിക്കാം, ഭക്ഷണം കഴിക്കാം. അതിലൊന്നും ഒരു കുഴപ്പമില്ലടോ. അപ്പോൾ ഒരു കുഴപ്പമില്ല അല്ലേ? ചേടാ, അതിൽ സംശയം. നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കാതെ കുറേ കാര്യങ്ങൾ നടക്കുമ്പോഴല്ലേ നമുക്ക് രാത്രി ഉറക്കം കിട്ടൂല. ഞാൻ ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ നേരത്തെ ഓഫീസിലേക്ക് വന്നത്. ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് പശ്ചാത്താപമുള്ളതൊക്കെ നല്ലത് തന്നെയാണ്. ആ പശ്ചാത്താപം മൈൻഡിൽ വെച്ച് ജീവിതം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതും നല്ലത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒളിച്ചു കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, അത് മായ പെട്ടെന്ന് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ. എടോ രാകേഷ്, എനിക്കതൊക്കെ മനസ്സിലാവും. സംഭവിക്കാനുള്ളതൊക്കെ എന്തായാലും സംഭവിച്ചു.
അതിൽ നിന്ന് നല്ലൊരു പാഠം ഉൾക്കൊണ്ട് താൻ മുന്നോട്ട് ഇനി ജീവിക്കാനുള്ള കാര്യങ്ങളും നോക്കി തുടങ്ങി. അതവിടെ തീർന്നു. പിന്നെ നമ്മൾ ഒരേ ഫേമിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലേ, ആ പ്രശ്നങ്ങളൊന്നും നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അല്ല, മായയ്ക്ക് എന്നോട് സഹകരിക്കാനും കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്ക് പിന്നെ എന്താ പ്രശ്നം? അത്രയേ ഉള്ളൂ. അപ്പം ശരി, നടക്കട്ടെ. അല്ല, ടീയോ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അല്ല, രാകേഷിനല്ലേ ഇവിടെ മീറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. ഓക്കെ, ശരി. ആഹാ, എത്തിയായിരുന്നോ? ഞാൻ കരുതി ലീവായിരിക്കുന്നു. ഓ, ഒന്ന് തലകറങ്ങിയാനൊക്കെ ലീവ് എടുക്കാൻ തുടങ്ങിയ കമ്പനി എനിക്ക് പകരം വേറെ ആളെ എടുക്കും. ആഹാ, കൊള്ളാലോ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെ അല്ലേ? പിന്നെ മനുവിന്റെ സിസ്റ്റർ ഹോസ്റ്റലിൽ വിളിച്ച് പറഞ്ഞിരുന്നു എനിക്ക് VIP ട്രീറ്റ്മെന്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നൈറ്റ് ഹോസ്റ്റലിൽ ഫുഡ് കൊണ്ടേ വെച്ചു, മോർണിംഗും അത് തന്നെ ചെയ്യാൻ പോയി. പിന്നെ ഞാനാ വേണ്ടെന്ന് പറഞ്ഞു. അല്ല, അവൾക്ക് അവിടെ മുന്നേ നല്ല വിലയുണ്ട്, അത് ഇങ്ങനെയെങ്കിലും ഉപകാരപ്പെടട്ടെ. അല്ല, കഫേരിയയിലല്ലേ വരുന്നത്? അവിടെ നമ്മുടെ ആശാനിരിപ്പുണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? കണ്ടു. എന്നെ കണ്ടപ്പോ മുട്ടയിടാൻ പോകുന്ന കോഴിയുടെ കൂട്ടായിരുന്നു പാവം. എന്നിട്ട് ഓടാനൊക്കെ പോയി. എന്നിട്ട് ഞാനാ പിടിച്ചവിടെ ഇരുത്തി. അല്ല, ഇന്ന് നേരം വിളിക്കുന്നതിന് മുന്നേ ഓഫീസിലെത്തിയെന്നാണ് ഞാൻ കേട്ടത്. ഈ ആട്ടുകാർ സ്ഥിരം കാണാത്ത പോയതുകൊണ്ട് കള്ളനെന്ന് പറയാത്തത് ഭാഗ്യം. കുറ്റബോധം കൊണ്ടേ ആളെന്തോ യന്ത്രായി നോക്കി എന്നോട് പറഞ്ഞത്. അത് നന്നാവാനാണ് ഉദ്ദേശമെങ്കിൽ നന്നായിക്കോട്ടെ, ഇല്ല എന്നുണ്ടെങ്കിൽ അവന് കിട്ടേണ്ട അടിയുടെ പങ്ക് ഞാനും വഹിക്കേണ്ടി വരും. മനു പറഞ്ഞു വരുന്നത് മനുവിന് അടിയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലെന്നാണ്. അങ്ങനെയല്ല, എൻ്റെ ഡീലിങ്സ് ഒക്കെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നമുക്ക് ഓക്കെ എല്ലാം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരെയും ശല്യപ്പെടുത്താൻ പോകാറില്ല. പിന്നെ എനിക്ക് പറ്റുന്നിടത്ത് മാത്രമേ ഞാൻ മുട്ടാൻ പോകാറുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് മുട്ടാൻ പറ്റില്ലെന്ന് മനുവിന് ആദ്യമേ മനസ്സിലായി അല്ലേ? ഈ ഓഫീസിൽ കുറച്ച് നാളുകളായിട്ട് മൊത്തം മാറ്റങ്ങളാണ്. ശ്രീ ബാംഗ്ലൂർക്ക് പോയി, മീര ചെന്നൈക്ക് പോയി, കൃഷ്ണ സാറ് വന്നു, മായ വന്നു. ഇതെല്ലാം കൂടി തലയ്ക്ക് എൻ്റെ കയറ്റാൻ തന്നെ സമയമില്ല. പിന്നെയാണോ മുട്ടാൻ സമയം? അതിനർത്ഥം ഇനി വേണമെങ്കിൽ തോന്നാം എന്നുകൂടിയാണല്ലോ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. നീ ആ രാകേഷിനെ പറപ്പിച്ചതുപോലെ എന്നെ പറപ്പിക്കരുത്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നീ ഇങ്ങനെയുള്ള തമാശകളൊക്കെ പറഞ്ഞാലേ നീ ബോധം കെട്ട് വീണ പോലെ ഞാനായിരിക്കും ബോധം കെട്ട് വീഴാൻ പോകുന്നത്. കോമഡി ആയിരിക്കും അങ്ങനെ വീണ. അതെ, ഇതാണല്ലേ ഇവിടെ നടക്കുന്നത്. എന്തോ ചെയ്യാനെന്ന് മനു, നീ എന്നെ വേണ്ടിയിട്ട് ഒതുക്കിയല്ലേ? രണ്ടുപേരും കൂടി സംസാരിക്കേണ്ട ഇടയിൽ കൂടെ ഞാൻ കട്ടുറുമ്പായി കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കളിച്ച നാടകമായിരിക്കും അത്. എന്തൊക്കെയായിരുന്നു അവള്? തലകുത്തി വീഴുന്നു, ഹോസ്പിറ്റലിൽ എടുത്ത് കൊണ്ടുപോകുന്നു. തരാം, നല്ല മുട്ടം പണി ഞാൻ തരാം. രാകേഷാ പറയുന്നത്. അത് ഞാൻ ചെക്ക് ചെയ്യാം. വിളിക്കാം, നോക്കിയിട്ട് വിളിക്കാം. എന്താ രാകേഷേ, വല്ല അത്യാവശ്യ കാര്യമാണോ? എനിക്ക് കുറച്ച് കോളുകളുണ്ട്. സാർ, നമ്മൾ വിചാരിച്ച മാതിരിയല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെ? അതിന് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് രാകേഷിന് എങ്ങനെ അറിയാം? സാർ, അത് ഞാനൊരു ഓളത്തിന് പറഞ്ഞു പോയതാ. രാകേഷേ, ഓളത്തിനും താളത്തിലൊക്കെ നമുക്ക് പിന്നെ പറഞ്ഞാൽ പറ്റും, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. സാർ, ഞാനിപ്പം പറയാൻ വരുന്ന കാര്യം സാറ് കേട്ടാൽ സാറിൻ്റെ ഈ തിരക്കൊക്കെ മാറ്റി വെച്ച് ഈ രാകേഷിൻ്റെ കൊടുക്കും. ഓഹോ, അത്ര പ്രധാനപ്പെട്ട കാര്യം എന്നാ പറ. സാർ, നമ്മളെ രണ്ടുപേരും സാർ ചതിക്കായിരുന്നു, നമ്മളെ മണ്ടന്മാരാക്കിയിരുന്നു സാർ. ആരാ രാകേഷെ മണ്ടനാക്കിയേ? ആ മനുവും മായയും കൂടി ചേർന്ന് നടത്തിയ നാടകങ്ങളായിരുന്നു സാർ ഈ ഓഫീസിൽ നടന്നുകൊണ്ടിരുന്നത്. കഷ്ടം, പരമ കഷ്ടം. എടോ, തന്നെ പറ്റി ഞാൻ ചിന്തിച്ചു കൂട്ടിയതൊക്കെ വെറുതെ ആയല്ലോടോ. ഇന്ന് രാവിലത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് താൻ നന്നായിന്നാ. ചിലരുണ്ടല്ലോ രാകേഷേ, ചിലരുടെ വാല് കോഴിൽ എത്ര കൊല്ലം ഇട്ടാലും വളഞ്ഞേ ഇരിക്കുള്ളൂ. സാർ, ഞാൻ പറയുന്നത് മൊത്തം കേൾക്കേണ്ട സാർക്ക് ഒരു അഭിപ്രായം പറയുന്നത്. രാകേഷ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? മനു മായയുമായി ചേർന്ന് ഈ ഓഫീസ് തകർക്കാൻ പദ്ധതി ഇട്ടെന്നാണോ? അല്ല സാർ, ഓഫീസ് തകർക്കാനല്ല, എന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് സാർ. എന്താ നിന്നെ തകർത്തിട്ട് അവർക്ക് എന്ത് കിട്ടാൻ? അത് അവരോട് എന്നെ ചോദിക്കേണ്ടി വരും. സാർ, മനുവും മായയും തമ്മിൽ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ഞാനില്ലാത്ത സമയത്ത് അവരുടെ സംസാര രീതികളൊക്കെ ഡിഫറെൻ്റാണ്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. രാകേഷേ, നിനക്കെന്തോ സംശയരോഗത്തിൻ്റെ അസുഖമുണ്ട് കേട്ടോ. സാർ, എനിക്കെന്തും കുഴപ്പമായിക്കോട്ടെ, ഞാൻ സത്യം മാത്രമേ വിളിച്ചു പറയുള്ളൂ. എന്ത് സത്യമാണ് നിനക്ക് പറയാനുള്ളത്? പറയാം സാർ. ഇതാണ് സാർ ഞാൻ പറഞ്ഞത്. എടോ, ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന രണ്ടുപേര് കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നു, അതിനിപ്പോൾ എന്താണ് കുഴപ്പം?
സാർ അതിന് അവര് എൻ്റെ അടുത്ത് കളിച്ചിരിച്ച് സംസാരിക്കുന്നൊന്നുമില്ലല്ലോ. അത് തൻ്റെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പമായിരിക്കും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓ, അവിടെ നമുക്കിട്ട് വെപ്പല്ലേ. ആ അത് വിട് സാർ അവരെപ്പോഴെങ്കിലും സാറിൻ്റെ മുന്നിൽ നിന്ന് കളിച്ചിരിച്ച് വർത്താനം പറഞ്ഞ സാറ് കണ്ടിട്ടുണ്ടോ? എൻ്റെ ഓർമ്മയിലില്ല. ഇല്ല, ഒരിക്കലില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത് സാർ. എടോ, അത് ചിലപ്പോൾ എന്നോടുള്ള പേടി ഉണ്ടായിരിക്കും എൻ്റെ മുമ്പിൽ നിന്ന് കളിച്ചിരിച്ച് സംസാരിക്കാത്തത്. സാറിന് കാര്യം പേടിക്കണം. എടോ അല്ല, സാർ എല്ലാവരോടും കമ്പനിയാണല്ലോ, അപ്പം പിന്നെ ഞങ്ങൾ അങ്ങനെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. തൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. രാകേഷ് ഉന്നയിച്ച കാര്യങ്ങൾ പരിഗണിക്കണമെങ്കിൽ തന്നെ രാകേഷിൻ്റെ പക്കൽ തെളിവുകൾ വേണം. രാകേഷിൻ്റെ പക്കൽ തെളിവുകളുണ്ടോ? ആ, തെളിവുണ്ട് സാർ. സാർ, അന്ന് മായ തല ചുറ്റി വീണപ്പോൾ നമുക്കൊരു CCTV ഫുട്ടേജ് കിട്ടി കാണല്ലോ. ആ ഫുട്ടേജ് ഒന്ന് സാറൊന്ന് നോക്കണം. സാർ, അന്ന് ഞാൻ മായൻ്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല. രാകേഷേ, അതൊക്കെ ഞാൻ ഓൾറെഡി പരിശോധിച്ചതാണ്. അപ്പോൾ സാറിന് എന്ത് മനസ്സിലായി? ഞാൻ അല്ലല്ലോ ഉത്തരവാദി അല്ലേ? രാകേഷ് ഇപ്പോൾ പറഞ്ഞിരുന്നത് എന്താണ്? സാറിനെ പറ്റിച്ചും കൊണ്ട് എന്നെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി മനു മായയും കൂടി നടത്തിയ നാടകമാണ് സാർ. ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടി നാട്ടുകാരെ പറ്റിച്ചതുപോലെ അവർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാർ. അങ്ങനെ എന്നെ പറ്റിച്ചിട്ട് ഒരാളെയും കടന്നളയാൻ ഞാൻ സമ്മതിക്കില്ല. വിടരുത് സാർ, ഒരിക്കലും വിടരുത്. ഇപ്പം എന്ത് ചെയ്യണമെന്നാണ് രാകേഷ് പറയുന്നത്? നിരീക്ഷിക്കണം. നമ്മൾ അവരറിയാതെ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. എന്നാ പിന്നെ ഇതിൽ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. വാ. അതെ. എന്താ അസൂയ തോന്നുന്നുണ്ടോ? അസൂയൊന്നുമല്ല, ചെറിയൊരു പേടി. പേടിയോ? എന്തിനു? അല്ല, ഭാവിയിൽ നീ എൻ്റെ ഹെഡൊക്കെ ആയി കഴിഞ്ഞാലേ പിന്നെ ഈ ട്രെയിനർ കളിക്കണതിനൊക്കെ കുറിച്ച് വല്ല പണി എനിക്ക് തന്നാലോ? ഇനിയാണെങ്കിൽ ആ പേടി നല്ലതാ. ഓ, അപ്പോൾ പണി തരുന്ന അർത്ഥം. മനുഷ്യനല്ലേ പിള്ളേ. ഓ, നീ ഒരു കില്ലാടി തന്നെ. കണ്ടോ എന്തുണ്ടോ? അവര് ജോലി സമയത്ത് കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നു. എടാ, അതിനെന്താടാ? ജോലി സമയത്ത് കളിച്ചിരിക്കാൻ പാടില്ലെന്ന് നിയമം വല്ലതും ഉണ്ടോ എവിടെയെങ്കിലും? എടാ, നമ്മുടെ കമ്പനി ഒരു അഡ്വർടൈസിങ് ഫീൽഡിലുള്ള കമ്പനിയാണ്, അല്ലാതെ പഴഞ്ഞ സർക്കാർ ഓഫീസ് മോഡലല്ല. സാർ എൻ്റെ കൂടെ വന്ന് അവരെ കള്ളത്തരം കണ്ടുപിടിക്കാനാണോ അല്ലെങ്കിൽ അവരെ ന്യായീകരിക്കാനാണോ? എടാ, അവരെന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ അതിന് കണ്ടുപിടിക്കാൻ? പക്ഷെ കണ്ടുപിടിക്കണം. മനുവിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ, മനു കൂടെ വർക്ക് ചെയ്യുന്ന ആരും ഇതുവരെ പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല. മായ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചിട്ടുള്ളത്? ഞാൻ സിംഗിളായെന്ന് വെച്ചിട്ട് ഞാനൊരു ആൽഫ മെയിലൊന്നുമല്ല. എനിക്ക് പെണ്ണ് കിട്ടാത്തതുകൊണ്ടാണ്. പണ്ട് മുംബൈ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന സമയത്തേ അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് തമിഴ്നാട് വരെ എത്ര പെൺകുട്ടികളെ ഞാൻ പ്രപ്പോസ് ചെയ്തെന്നറിയോ? എന്താ കേരളത്തെ വിട്ട് കളഞ്ഞത്? കേരളത്തിൽ നിന്ന് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ക്ലിയർ. യു കണ്ടിന്യൂ. കണ്ടിന്യൂ ചെയ്യാൻ എന്താ? പ്രപ്പോസൽ ചെയ്തെല്ലാവരും റിജക്റ്റ് ചെയ്തു. അതോടുകൂടി ഞാൻ ഈ പ്രസ്ഥാനം അങ്ങ് നിർത്തി. അല്ല, മായ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? ഇനിയിപ്പോൾ മായ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണോ? എന്നാ പേടി വേണ്ട. ഞാനേ രാകേഷ് അല്ല. അല്ല, എൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യാൻ വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഡീൽ ചെയ്ത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം രാകേഷിനെ ഡീൽ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ മനുവിനെ ഡീൽ ചെയ്യാനാണെങ്കിലും എനിക്ക് ചില പ്രത്യേക ആക്ഷനുകളുണ്ട്. ആ ആക്ഷനുകളൊക്കെ കയ്യിലുള്ളത് നല്ലതാണ്. നീ ഒരു കഥകളൊക്കെ പറഞ്ഞേ തള്ളാൻ നല്ലതായിരിക്കും. നമുക്ക് ഒരു ചായ കുടിച്ചാലോ? എന്താ വാ. അയ്യോ, സാറേ, അവർ കഫറ്റീരിയൻ്റെ ഭാഗത്തേക്ക് പോകണം. എന്തോ രഹസ്യം പറയാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് പോകണം. അതെനിക്ക് ഉറപ്പാണ്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എടാ, ഇതൊക്കെ ഉള്ളതാണോ? എനിക്ക് തന്നെ ഏതാണ്ട് ചാരപ്പണി ചെയ്യുന്ന പോലെ തോന്നുന്നു. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എൻ്റെ കൂടെ വാ. സാർ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. നിരാശപ്പെടാതിരുന്നാൽ നിനക്ക് കൊള്ളാം. ഒന്ന് വാ സാറേ, നടക്ക്. മായ, നമ്മുടെ കൃഷ്ണ സാറിനെ പറ്റി എന്താണ് അഭിപ്രായം? സത്യം പറഞ്ഞാലേ ഇത്രയും വലിയൊരു കമ്പനീൻ്റെ മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് സാറിനെ കുറിച്ച് കുറച്ച് ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ് കൃഷ്ണ സാറ്. ആ പറഞ്ഞത് ശരിയാണ്. മുംബൈയിലൊക്കെ വർക്ക് ചെയ്തതുകൊണ്ട് ഞാൻ പറയാം, ഇത്രയും നല്ലൊരു നമ്മുടെ കൂടെ നിൽക്കുന്നൊരു മാനേജർ ഞാൻ കണ്ടിട്ടില്ല. ഉദാഹരണത്തിന് മായ എന്ന് തലയിറങ്ങി വേണപ്പോൾ കണ്ടില്ലേ, എടുത്തുകൊണ്ട് ഓടുന്ന ഒരു കാര്യമില്ല. അതാണ് കൃഷ്ണ സാർ. സാറ് കേട്ടോ, സാറിനെ പറ്റി സംസാരിച്ചു തുടങ്ങി. ശ്രദ്ധിച്ച് കേട്ടോ, ഇനി കുറ്റം പറയുന്ന കേൾക്കാം. നീ ഒന്നും മിണ്ടായിരിക്കും, അവർ പറയുന്നൊന്നും കേൾക്കട്ടെ. അത്
ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ നമ്മുടെ രാകേഷിന്റെ കാര്യമൊക്കെ സാർ ഡീൽ ചെയ്തൊന്നും കാണേണ്ടത് തന്നെയായിരുന്നല്ലേ. അപ്പൊ അതേ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നു എന്ന് വിചാരിച്ചു. അതൊരു വലിയ ഇഷ്യൂ ആക്കി അല്ലെങ്കിൽ അതൊരു വലിയ സംഭവം ആക്കി മാറ്റിയനെ. അതെ, ചുമ്മാ പറഞ്ഞേക്കും സാർ. സാർ അത് ഭയങ്കര മാന്യമായിട്ട് ഹാൻഡിൽ ചെയ്തു. അതെ, തീർച്ചയായിട്ടും ശരിയാണ്. അതാണ് കൃഷ്ണ സാർ. എങ്ങനെയെങ്കിലും ഈ ട്രെയിനിങ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ ജോലിക്ക് കയറണം. സാറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാലോ. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ട്രെയിനിങ് കഴിയുന്നവരെ മായയ്ക്ക് യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാതെ ശ്രദ്ധിക്കണം. ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ഞാൻ മായായിട്ട് ഇടപഴകുന്നത്. സോ അതിലെന്തെങ്കിലും ഓവറായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയണം. കാരണം അതൊരു പ്രൊഫഷണൽ രീതിയിൽ പോയില്ല തന്നെ നമുക്ക് ഒരിക്കലും പണി ചെയ്യാൻ പറ്റത്തില്ല. ഒരു ട്രെയിനർ മാത്രമല്ല, നല്ലൊരു ഫ്രണ്ട് കൂടിയാണ്. ഓ, എനിക്ക് സൂചിച്ചു കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് ഞാൻ മേടിച്ചു തരാവേ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാ ഇതേ കാര്യം ഞാൻ ഡെയിലി 2 നേരം വെച്ച് പറയും. അങ്ങനെയാണെങ്കിൽ കുട്ടി വീർത്ത് നല്ല ഗുണ്ടുമണി ആയി പോവല്ലോ. ആ, അല്ല ഡെയിലി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട്. അയ്യബദ്ധം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉള്ള സമയം കളഞ്ഞ് എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയാം മനുഷ്യന്. ഇവ പറഞ്ഞ് മണ്ടം പറഞ്ഞ് ഞാൻ വിശ്വസിച്ചല്ലോ എന്നാണ്. സാറേ